നമസ്കാരം. ഒരു തെറ്റ് പറ്റുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്തായിരിക്കും? ചിലപ്പോൾ ദേഷ്യം, അല്ലെങ്കിൽ നിരാശ, ചിലപ്പോൾ പേടി, അല്ലേ? എന്നാൽ ഞാൻ പറയട്ടെ, ഈ പിഴവുകളൊക്കെയുണ്ടല്ലോ, അതിനെ നമ്മുടെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാക്കി മാറ്റാനൊരു വഴിയുണ്ട്. ഈ ഒരു വിശകലനത്തിൽ അങ്ങനെയുള്ള തെറ്റുകളെ എങ്ങനെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം. ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം, അതായിരുന്നു നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പാഠമെങ്കിലോ? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ 5 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം തന്നെ ഈ കുറ്റപ്പെടുത്തലൊക്കെ അങ്ങ് മാറ്റിവെച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ നോക്കും. പിന്നെ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ പ്രശ്നത്തിന്റെ കാരണം കണ്ടെത്തും, അതിന്റെ ശരിക്കുള്ള ആഘാതം എത്രത്തോളമുണ്ടെന്ന് അളക്കും, ശരിയായ തിരുത്തലുകൾ വരുത്തും. അവസാനം ആ തെറ്റിനെ എങ്ങനെ ഭാവിക്കുള്ള ഒരു മുതൽക്കൂട്ടാക്കി മാറ്റാമെന്നും നമ്മൾ കാണും. അപ്പോൾ ശരി, നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം തുടങ്ങുന്നത് ഇവിടെയാണ്. നമ്മുടെയൊക്കെ ചിന്താഗതിയിൽ നിന്ന് തന്നെ. തെറ്റുകളെ പേടിക്കുന്ന ഒരു കൾച്ചറിൽ നിന്ന്, അതിൽ നിന്ന് പഠിക്കുന്ന ഒരു കൾച്ചറിലേക്ക് നമുക്ക് എങ്ങനെ മാറാൻ പറ്റും? ഇത് നോക്കിയാൽ മതി. ഇത് 2 ലോകങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരിടത്ത് ഒരു തെറ്റ് പറ്റിയാൽ എല്ലാവരും അത് ഒളിപ്പിച്ചുവെക്കും, പരസ്പരം പഴിചാരും, പിന്നെ വളർച്ചയെ ഉണ്ടാകില്ല. എന്നാൽ മറ്റൊരിടത്തോ, അവിടെ തെറ്റുകളെപ്പറ്റി തുറന്ന് സംസാരിക്കും, അതിനെ മെച്ചപ്പെടാനുള്ളൊരവസരമായി കാണും. നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഈ 2ാമത്തെ ലോകമാണ്. അപ്പോൾ ഇനി നമ്മളുടെ റോളൊന്ന് മാറും. നമ്മളിനി കുറ്റാന്വേഷകരാണ്. ഇവിടെ നമ്മൾ ആരെയും വിധിക്കാൻ പോകുന്നില്ല. പകരം ഒരു ഡിറ്റക്റ്റീവിനെ പോലെ എന്തു പറ്റി, എന്തുകൊണ്ട് പറ്റി എന്ന് ഒരാകാംക്ഷയോടെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അന്വേഷണം തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയോ? വളരെ സിമ്പിളാണ്. നമ്മൾ എന്താണ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്? അവസാനം എന്താണ് സംഭവിച്ചത്? ഈ 2 കാര്യങ്ങളും നേർക്ക് നേർ വയ്ക്കുമ്പോൾ തന്നെ പകുതിയിലേറെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. ഇവിടെ ഊഹങ്ങൾക്കല്ല, ഉണ്മകൾക്ക് താണിടം. അപ്പോൾ പ്രശ്നത്തിന്റെ ആഴങ്ങളിലേക്ക്, അതിന്റെ അടിവേരിലേക്ക് ചെല്ലാൻ നമ്മളെ സഹായിക്കുന്ന 5 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും നമ്മൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകും. വെറുതെ പുറമേ കാണുന്ന ഉത്തരങ്ങൾക്കപ്പുറം യഥാർത്ഥ കാരണത്തിലേക്ക്. ഈ അന്വേഷണത്തിന്റെ ഹൃദയം തന്നെ ഈ 5 ചോദ്യങ്ങളാണ്. ഈ അന്വേഷണം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും, കാരണങ്ങൾ പലപ്പോഴും ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. ചിലപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെയാവും പ്രശ്നം, അല്ലെങ്കിൽ ടീമുകൾ തമ്മിൽ സംസാരിക്കുന്നതിലുണ്ടാകുന്നൊരു വിടവായിരിക്കാം. ചിലപ്പോൾ വേണ്ടത്ര അറിവില്ലാത്തതും ഒരു കാരണമാകാം. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞാൽ മാത്രമേ ശരിയായ പരിഹാരം കാണാൻ കഴിയൂ. ശരി, ഒരു തെറ്റുപറ്റി. അതിന്റെ വില എത്രയാണ്? നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് പൈസയുടെ കണക്കായിരിക്കും, അല്ലേ? പക്ഷേ യഥാർത്ഥ നഷ്ടം, അതതിനും എത്രയോ അപ്പുറത്താണ്. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇപ്പൊ കണ്ടോ, ചിത്രം കുറച്ചുകൂടി ക്ലിയറായി. സാമ്പത്തിക നഷ്ടം ഒരു വശത്ത്, പക്ഷെ അപ്പുറത്തേക്ക് നോക്കൂ. നഷ്ടപ്പെട്ടത് 40 മണിക്കൂറാണ്, കിട്ടിയത് 3 പരാതികളാണ്. ഇതിനെല്ലാം മുകളിൽ ടീമിന്റെ ആത്മവിശ്വാസം പോയി. ഒരു ചെറിയ പിഴവ് എത്ര വലിയ ഓളങ്ങളാണുണ്ടാക്കുന്നതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ഇതാണ് നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യം. പലപ്പോഴും ഒരു തെറ്റിന്റെ ഏറ്റവും വലിയ ആഘാതം പൈസയുടെ രൂപത്തിലായിരിക്കില്ല വരുന്നത്. ടീമിന്റെ മുറയിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു തടസ്സം, അതാണ് ഏറ്റവും വലുത്. ഈയൊരു തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, നമ്മളീ പ്രശ്നം പഠിച്ചു, കാരണം കണ്ടുപിടിച്ചു, അതിന്റെ ആഘാതവും മനസ്സിലാക്കി. ഇനി എന്ത്? വിശകലനം മാത്രം പോരല്ലോ, ഇനി പ്രവർത്തിക്കാനുള്ള സമയമാണ്. നമ്മൾ പഠിച്ച പാഠങ്ങൾ ഒരു റിപ്പോർട്ടിൽ മാത്രം ഒതുങ്ങരുത്, അത് യഥാർത്ഥ മാറ്റങ്ങളായി മാറണം. ഇവിടെയാണ് ഏറ്റവും പ്രധാനം. വെറുതെ ഇനി ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. പകരം എന്തു വേണം? കൃത്യമായ നടപടികൾ വേണം. ഉദാഹരണത്തിന്, പുതിയൊരു ചെക്കിംഗ് സിസ്റ്റം കൊണ്ടുവരാം, അല്ലെങ്കിൽ ടീമിനൊരു പുതിയ ട്രെയിനിംഗ് കൊടുക്കാം. ഇങ്ങനെ പഠിച്ച പാഠങ്ങൾ പ്രവൃത്തിയിലൂടെ ഉറപ്പിക്കണം. ഇതാണ് ആ ഒരു യുറേക്ക മൂമെന്റ്, നമ്മൾ അന്വേഷിച്ച് നടന്ന ആ ഒരു കാരണം. എന്തായിരുന്നു അത്? 2 ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ നേരെ ചൊവ്വേ സംസാരിക്കാത്തതായിരുന്നു യഥാർത്ഥ പ്രശ്നം. കണ്ടില്ലേ? ഒരു ടെക്നിക്കൽ പ്രശ്നമായി നമ്മൾ കണ്ടതിന്റെ പിന്നിൽ മനുഷ്യർ തമ്മിലുള്ള ഒരു ഗ്യാപ്പായിരുന്നു യഥാർത്ഥ വില്ലൻ. ഈയൊരു തിരിച്ചറിവ് വിലമതിക്കാനാവാത്തതാണ്. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. നമ്മൾ പഠിച്ച പാഠങ്ങളില്ലേ, അത് നമ്മുടെ പുതിയ നിയമങ്ങളായി മാറണം, നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമാകണം. അല്ലെങ്കിൽ എന്തുപറ്റും? ഇതേ തെറ്റ് കുറച്ചു കഴിയുമ്പോൾ വേറെ ആരെങ്കിലും ആവർത്തിക്കും. ഇത് ഒരാളുടെ മാത്രം മാറ്റമല്ല, സിസ്റ്റം മൊത്തത്തിൽ മെച്ചപ്പെടുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന്റെ ഗുണമെന്താണ്?
എങ്ങനെയാണ് ഈ തെറ്റുകളെ നമ്മുടെ ഒരു മുതൽക്കൂട്ടാക്കി മാറ്റുന്നത്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ തെറ്റും ഒരു ബാധ്യതയല്ല, ശരിക്കും ഒരു ആസ്തിയാണ്. അപ്പോ ഭാവിയില് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മളൊരു പ്രതിരോധ കവചം തീർക്കുകയാണ്. അതെങ്ങനെയാണ്? നമ്മുടെ പ്രവർത്തന രീതികൾ അപ്ഡേറ്റ് ചെയ്യും, അപകടം മുൻകൂട്ടി അറിയാൻ ചില സിഗ്നലുകൾ വയ്ക്കും, പിന്നെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കും. ഇതോടെ നമ്മുടെ സിസ്റ്റം കൂടുതൽ കരുത്തുള്ളതാകും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ എല്ലാം കാതലായ ആശയം എന്താണ്? വളരെ ലളിതമാണ്. ഓരോ പിഴവും ഒരു അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. അതിൽ നിന്നുള്ള പാഠം ശരിക്കു പഠിച്ചാൽ ഓരോ തെറ്റും നമ്മളെ കൂടുതൽ കൂടുതൽ ശക്തരാക്കും. അത്രയുള്ളൂ. അപ്പോൾ അവസാനമായി ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഇനി നിങ്ങളുടെ ടീമില്, നിങ്ങളുടെ ജോലിയില് ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ആര് ചെയ്തുവെന്ന് ചോദിക്കുന്നതിന് പകരം ഇതിനെ എങ്ങനെ നമുക്ക് ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാക്കി മാറ്റാം എന്ന് ചിന്തിക്കില്ലേ? ഈ ഒരു ചട്ടക്കൂട് അതിന് നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്കുറപ്പാണ്.